അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാണ് നമ്മുടെ ആമിയുടെയും സൈനുവിൻ്റെയും വിവാഹ നിശ്ചയം. നമ്മുടെ റസിയാൻ്റെ വീട്ടിലാണല്ലോ ആമിയും റസിയയും ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ വെച്ച് തന്നെയാണ് കല്യാണ നിശ്ചയവും. തരക്കേടില്ലാത്ത രീതിയിൽ, എന്നാൽ അത്ര വലുതല്ല, എന്നാൽ അത്ര ചെറുതുമല്ല, അങ്ങനെ അത്യാവശ്യം വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് നിശ്ചയം നടത്തുന്നത്. മുറ്റത്ത് ചെറിയ രീതിയിൽ ഒരു പന്തലെല്ലാം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അയൽവാസികളും അത്യാവശ്യം വേണ്ടപ്പെട്ട കുടുംബങ്ങളും എല്ലാം ചേർന്ന് അങ്ങനെ ഇന്നാണ് നമ്മുടെ ആമയുടെ നിശ്ചയം. അതിഥികളൊക്കെ ഏകദേശം വരാൻ തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം അസറിൻ്റെ ശേഷമാണ് അസർ നിസ്കാരത്തിൻ്റെ ശേഷമാണ് പരിപാടി. സൈനിൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 10-20 പേരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആമി വളരെ സുന്ദരിയായിട്ട് തന്നെ ഡ്രസ്സെല്ലാം ഇട്ട് ഒരു പൊതുപെണ്ണിനെ പോലെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ കാരണവന്മാരെല്ലാം കൂടി ദുആ എല്ലാം ചെയ്ത് ദിവസം കുറിച്ചു. അടുത്ത മാസം 1-നാണ് കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ഞായറാഴ്ചയാണ്. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എല്ലാം ഇരുന്നു. അതിനിടയിൽ ആളുകൾ പരസ്പരം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല, എന്താണിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അവരോട് നേരിട്ട് ചോദിക്കുന്നില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുശുക്കുന്നുണ്ട്, പെറുക്കുന്നുണ്ട്. അല്ല, പെണ്ണിൻ്റെ ഉപ്പാനെ റസാക്കിനെ ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ, അവരുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലേ എന്നെല്ലാം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചിലർ പറയുന്നുണ്ട്, അവന് ഈ പെൺകൊച്ചിനെ കണ്ടുകൂടല്ലോ, ഈ പെൺകുട്ടി ഉണ്ടായ മുതലേ അവരെ ദ്രോഹിക്കാൻ തുടങ്ങിയതല്ലേ, ഈ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഉമ്മയും മകനും കൂടി കൊല്ലാൻ നോക്കിയതാ. ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും വളർച്ചയിലും എന്തായാലും അവനൊന്നും അറിഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ മിടുക്ക് കൊണ്ട് പഠിച്ച് നല്ല രീതിയിൽ ജോലിയെല്ലാം വാങ്ങി ഇപ്പോൾ നല്ല രീതിയിൽ കല്യാണം കഴിക്കുന്നു. അവൻ സഹകരിക്കാത്തത് കൊണ്ടാണല്ലോ അവിടെ വെച്ച് കല്യാണം നിശ്ചയം ഒന്നും നടത്താതെ അവളും കുഞ്ഞും ഇവിടെ തന്നെ നിൽക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ പറയുന്നവരുമുണ്ട്, എന്നാൽ റസിയാനെയും ആമിയെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരുമുണ്ട്. ആണുങ്ങൾ അങ്ങനെയാണെന്ന് വെച്ച് ഇവർക്കങ്ങ് ക്ഷമിച്ചുകൂടെ? അവനോട് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ എല്ലാത്തിനും സഹകരിക്കും. ഇത് മകളെയും കൂട്ടി ഇറങ്ങിപ്പോന്നിരിക്കുക എന്നെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുന്നവരുമുണ്ട്. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. ഒരു കാര്യം സംഭവിച്ചാൽ നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിലും അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടാവും, പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. പെണ്ണുങ്ങളെ എപ്പോഴും അല്ലെങ്കിലും അവർക്ക് സഹിച്ചാലെന്താ, ക്ഷമിച്ചാലെന്താ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനുകളെ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ തലമുറക്ക് കുറേയൊക്കെ അന്തം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്നും, എത്രയാണെന്ന് വെച്ചാൽ സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അനുകൂലിക്കുന്നവരുമുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. നല്ല പത്തിരിയും ചിക്കൻ കറിയും പൊറോട്ടയും ബീഫും ബിരിയാണിയും എന്ന് വേണ്ട, ഭക്ഷണത്തിനൊന്നും യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, ഇതെല്ലാം ആ പെൺകൊച്ചിൻ്റെ മിടുക്ക് തന്നെയാണ്, നല്ല ജോലിയെല്ലാം ഉണ്ട്, നല്ല ശമ്പളവും ഉണ്ട്, അവളുടെ പൈസ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അവൻ്റെ വീട്ടുകാർ എന്ന് പറഞ്ഞിട്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളുടെ പൈസ കൊണ്ടാണ് ചെയ്യുന്നത്, മിടുക്കിക്കുട്ടി എന്നെല്ലാം പറഞ്ഞ് ആമിയെ അംഗീകരിക്കുന്നവരും കൂടുതൽ ഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയാണ്. അതിനിടയിൽ കുശുമ്പുള്ള ചിലരാണ് ഈ പരദൂഷണമെല്ലാം പറഞ്ഞ് പരത്തുന്നത്. അങ്ങനെ വന്ന അതിഥികൾ എല്ലാം ഓരോരുത്തരായി പോയി.
ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ റസിയയും ആമിയും അതുപോലെ തന്നെ റസിയാൻ്റെ ഉമ്മയും ഉപ്പയും സെൽമും എല്ലാം പറഞ്ഞു, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാം മനോഹരമായി കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ റസിയാൻ്റെ ഉപ്പ പറഞ്ഞു, എൻ്റെ മോൾ കുറേ അനുഭവിച്ചതാണ് ചെറുപ്പത്തിൽ. ഒരു ഉപ്പാൻ്റെയോ ആങ്ങളുടെയോ അല്ലെങ്കിൽ വല്യമ്മാൻ്റെയോ അങ്ങനെ ഒരു സ്നേഹവും കിട്ടാതെ എൻ്റെ മോൾ ഒരുപാട് അനുഭവിച്ചു. അൽഹംദുലില്ലാ, ഇപ്പോൾ അതിനെല്ലാം എൻ്റെ മോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി. അതുപോലെ തന്നെ അവളുടെ ഓരോ കാര്യവും വിചാരിച്ചതിനേക്കാൾ മനോഹരമായി നടക്കുന്നു. എല്ലാത്തിനും എൻ്റെ മോൾക്ക് പടച്ചവൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. അൽഹംദുലില്ലാ, അത് മതിയല്ലോ. ഭൂമിയിൽ പടപ്പുകളേക്കാൾ പടച്ചവൻ്റെ അനുഗ്രഹമാണല്ലോ വേണ്ടത്. പടച്ചവനാണ് കൂടെ വേണ്ടത്. നല്ല മനസ്സുള്ളവർക്ക് അത് ഉണ്ടാവും. പിന്നെ അതിനിടയിൽ വരുന്നതൊക്കെ പരീക്ഷണങ്ങൾ. ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത് തന്നെ ഓരോ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ. ഇവിടുത്തെ വെറും ഒരു യാത്രക്കാരാണ് നമ്മൾ. നമ്മുടെ ജീവിതം എല്ലാം മരണശേഷമാണല്ലോ കിടക്കുന്നത്. അതിനിടയിലുള്ള ചെറിയൊരു യാത്രയാണ് ഭൂമിയിലെ ജീവിതം. അതുകൊണ്ട് എൻ്റെ മോൾ ക്ഷമിച്ചതിന് അൽഹംദുലില്ലാ, അവൾക്ക് അതിനനുസരിച്ച് പ്രതിഫലം കിട്ടുന്നുണ്ട്. ഇനിയെങ്കിലും എൻ്റെ റസിയമോളുടെ കണ്ണീരിനൊരു സമാധാനമുണ്ടാവുമല്ലോ എന്നും ആമിയുടെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു അവൾക്ക് ഒരുപാട് സങ്കടം. കാരണം മറ്റു മക്കളെല്ലാം ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്. റസാക്കിൻ്റെ മറ്റു 2 പെൺമക്കളെ റസാക്കിന് ഇഷ്ടമല്ലായിരുന്നു. എങ്കിൽ കൂടി അവൻ ഒരിക്കലും ആമിയെ ദ്രോഹിച്ച പോലെ അവരെ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല. അവൻ ഉള്ളിൽ ഇഷ്ടമില്ല എന്ന് എല്ലാവർക്കും പുറത്തറിയാം. എന്നാലും അവരോട് ഒരിക്കലും അവരെ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ ആമി മോളെ ചെറുപ്പത്തിൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, പട്ടിണിക്ക് വരെ ഇട്ടിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസം പോലും കൊടുത്തില്ല. എങ്കിലും അവൾ അതിൽ നിന്നെല്ലാം സ്വന്തം കഴിവ് കൊണ്ട് ഉയർന്നു വന്നതാണ്. ഈ നിലയിലെത്തിയത് ഉയർന്നു വന്നുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഉപ്പുപ്പ ഇനിയിപ്പോൾ എന്തിനാണ് പഴയ കാലമെല്ലാം ആലോചിച്ച് ഉപ്പുപ്പ സങ്കടപ്പെടുന്നത്? ഇപ്പോൾ എന്തായാലും ഉപ്പുപ്പാൻ്റെ ആമിക്കുട്ടി നല്ല രീതിയിലായില്ലേ, ഇനി സന്തോഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ റസിയാൻ്റെ ഉപ്പ പറഞ്ഞു, വന്ന വഴി നമ്മൾ മറക്കാൻ പറ്റില്ല മോളെ. അതുകൊണ്ടാണ് ഉപ്പുപ്പ നിന്നോട് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മോൾ എന്നും ഈ വന്ന സൗഭാഗ്യങ്ങളെല്ലാം അതിലൊന്നും മറക്കരുത്. കാരണം ഈ സൗഭാഗ്യങ്ങളായാലും എന്തായാലും വരാം പോവാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഒരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ വന്നാൽ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. സന്തോഷം വന്നാൽ മറന്ന് സന്തോഷിക്കാനും പാടില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാം എന്തു സംഭവിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഞാൻ ഉപ്പൂപ്പാൻ്റെ പേരക്കുട്ടിയല്ലേ, ഉപ്പൂപ്പാൻ്റെ അതേ ഇത് തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. ഉപ്പൂപ്പാക്ക് അറിയാമല്ലോ. ഇപ്പോൾ എനിക്ക് പണമോ സൗഭാഗ്യമോ എല്ലാം പടച്ചവൻ തന്നു എന്ന് വെച്ച് ഞാൻ മറക്കുന്നില്ല. അതുപോലെ തന്നെ ഇല്ലാത്ത കാലത്ത് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ടില്ല. എനിക്കാകെ ഉണ്ടായിരുന്ന സങ്കടം എൻ്റെ ഉപ്പാൻ്റെയും അതുപോലെ തന്നെ അമീറിൻ്റെയും ഒന്നും സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഒരു പണമോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. അവരുടെ സ്നേഹം മാത്രമേ ഞാൻ ഇന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുമാത്രമാണ് ഉപ്പുപ്പ ഇന്ന് എനിക്ക് കിട്ടാതെ പോയത്. എല്ലാം ഉണ്ടായിട്ടും എൻ്റെ ഉപ്പാൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെയോ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ റസിയാൻ്റെ ഉപ്പ പറഞ്ഞു, മോളെ അതും നിനക്ക് ഒരിക്കൽ കിട്ടും ഇൻഷാ അല്ലാഹ്, നീ നോക്കിക്കോ. അവരെല്ലാം നിന്നെ അംഗീകരിച്ചു കൊണ്ട് നിൻ്റെ അടുത്ത് വരുന്ന ഒരു ദിവസമുണ്ട്. അതധികം ദൂരത്തല്ല. അമീറിൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവനൊന്നും ഒരിക്കലും റസാക്കിനെ നോക്കില്ല. കാരണം അവന് സ്നേഹം എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ. എന്തായാലും അവൻ പണത്തിന് വേണ്ടിയിട്ട് റസാക്കിനെ സ്നേഹിക്കുകയുള്ളൂ. റസാക്കിനെ അവൻ്റെ കയ്യിൽ പണം വന്ന് റസാക്ക് ഇനി അവനൊരു ഭാരമായി തീർന്നാൽ അന്നോടെ തീരാവുന്നതേ ഉള്ളൂ. അവനും റസാക്കുമായിട്ടുള്ള ബന്ധം നീ നോക്കിക്കോ. അന്നും നീ മാത്രമേ റസാക്കിനുണ്ടാവുകയുള്ളൂ. ഉപ്പൂപ്പാൻ്റെ വാക്ക് നീ നോക്കിക്കോ. ഇതുവരെ സംഭവിച്ചിടത്തോളം എല്ലാം അങ്ങനെ തന്നെയാണ് എന്നെല്ലാം പറഞ്ഞു. ആത്മാർത്ഥമായ സ്നേഹം എന്താണെന്ന് അവൻ്റെ ഉപ്പ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ റസിയ അങ്ങനെയല്ല. നിന്നെ അവൾ എന്നും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ നീയും. അതുകൊണ്ട് നിനക്ക് സ്നേഹത്തിൻ്റെ വില അറിയാം. എന്നാൽ
പണത്തിൻ്റെ മാത്രം വിലയെ അമീറിനെ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും റസാക്കിനെ ആത്മാർത്ഥമായി സ്നേഹിക്കില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ പിന്നെ റസാക്ക് പുറത്തായിരിക്കും, നീ നോക്കിക്കോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, ഉപ്പ അങ്ങനെയൊന്നും പറയാതെ, എത്രയായാലും എൻ്റെ മക്കളുടെ ഉപ്പയല്ലേ, അദ്ദേഹം കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഉപ്പ അദ്ദേഹത്തെ ശപിക്കരുത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസിയാൻ്റെ ഉപ്പ പറഞ്ഞു, മോളെ ശപിച്ചതല്ല, അങ്ങനെ ചരിത്രമുള്ളൂ. അവൾ റസാക്കിന് സ്നേഹത്തിൻ്റെ ശരിക്ക് വില അറിയണമെങ്കിൽ ആമിയുടെ അടുത്തെത്തണം, അത് പടച്ചവൻ എത്തിക്കുക തന്നെ ചെയ്യും എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസമെല്ലാം കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ അമീറും അതുപോലെ തന്നെ ഷഹാനയും കടയിലെ കാര്യങ്ങളെല്ലാം നോക്കുകയായിരുന്നു. അപ്പോഴാണ് റസാക്ക് അങ്ങോട്ട് കയറി വന്നത്. റസാക്കിനെ കണ്ടതും അമീർ ചോദിച്ചു, ആ ഉപ്പയോ? ഉപ്പ എന്താ ഈ വഴിയെല്ലാം? ഇന്ന് ഉപ്പ ജോലിക്കൊന്നും പോയില്ലേ? വെറുതെ വന്നതാണോ അതോ പോകുന്ന വഴി ഇവിടെ കയറിയതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ റസാക്ക് പറഞ്ഞു, മോനെ അതല്ല, പിന്നെ ഉപ്പ ആ ജോലി ഉപേക്ഷിച്ചു. നീ ഇപ്പോൾ വലിയൊരു കടയുടെ മുതലാളിയല്ലേടാ, അതുപോലെ തന്നെ നീ ഇവിടെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അത്യാവശ്യം വലിയ സമ്പത്തുള്ള ഒരാളാണല്ലോ ഇവളുടെ ഉപ്പ. അപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ ഉപ്പ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു കടയുടെ മുതലാളിയായ നിൻ്റെ ഉപ്പ എന്ന് പറയുന്നത് ഞാൻ മറ്റൊരാളുടെ ഡ്രൈവറായി പോകുന്നത് ശരിയാണോ? അത് നിങ്ങൾക്ക് തന്നെയല്ലേ മോശം. അതുകൊണ്ട് ഉപ്പ ആ ജോലി ഒഴിവാക്കി. ഇനി ഇവിടെ നിൽക്കാനാണ് ഉപ്പാൻ്റെ തീരുമാനം. അപ്പോൾ അമീർ ചോദിച്ചു, ഇവിടെയോ? എന്താണ് ഉപ്പ പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഇവിടെ എന്ന് പറയുമ്പോൾ നീ എനിക്ക് വല്ല മാനേജർ പോസ്റ്റിലോ എന്തെങ്കിലും തന്നാൽ മതി. എനിക്ക് ജോലികളൊന്നും ചെയ്യണ്ടല്ലോ, ഞാൻ കാര്യങ്ങളെല്ലാം നോക്കി അവിടെ ഇരുന്നോളാം. നീ ശമ്പളം തന്നാൽ മതി. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാവരെയും ഇങ്ങനെ മാനേജ് ചെയ്ത് അവരെല്ലാം ജോലി ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ഞാൻ നോക്കി നടന്നോളാം. എന്തായാലും നീയോ ഇവളോ ഒക്കെ പുറത്തു പോകുമ്പോൾ ഇവിടെ ഒരാൾ നല്ലതാണ്. ഇപ്പോഴത്തെ പണിക്കാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഒക്കെ കള്ളത്തരം കാണിക്കും. അതുകൊണ്ട് അവർ പണിയെടുക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കാൻ ഒരാൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇനി ഇവിടെ നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെ ജോലിയെല്ലാം ഞാൻ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. ഇത് കേട്ടതും അമീർ ആകെ വെട്ടിലായിപ്പോയി. കാരണം അവൻ്റെയും ഷഹാനയുടെയും കൂടി കടയായതുകൊണ്ട് അവന് ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യാം എന്നും പറയാൻ കഴിയില്ല. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഷഹാന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അവളൊരു തീരുമാനം പറയാതെ താൻ മാത്രമായി ഒറ്റയ്ക്ക് എങ്ങനെ തീരുമാനമെടുക്കും? തീരുമാനമെടുത്താൽ പിന്നെ അത് മതിയാകും. തൻ്റെ ഉപ്പാക്ക് ഇവിടെ ജോലി കൊടുത്തു, താൻ അവളോട് കൂടി ചോദിക്കാതെ എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ. കാരണം അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ കണ്ടതാണ് ഷഹാനയുടെ ഓരോ വാശിയും എല്ലാം. അന്ന് എല്ലാം സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയതാണ്. ഇതിപ്പോൾ തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനും കഴിയില്ല. എന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് തനിക്ക് മോശവുമാണ് ഉപ്പ വന്ന് ചോദിച്ച സ്ഥിതിക്ക്. അതുകൊണ്ട് എന്താണ് പറയുക എന്നറിയാതെ അമീർ ആകെ വെട്ടിലായിപ്പോയി. ഷഹാന അമീറിൻ്റെ തോളിൽ പതിയെ ഇങ്ങനെ കൈകൊണ്ട് തട്ടി. അമീർ ഒന്നിങ്ങോട്ട് വന്ന് എന്ന രീതിയിൽ ഇങ്ങനെ തലകൊണ്ട് ആംഗ്യം കാണിച്ചു. റസാഖാണെങ്കിൽ ഇങ്ങനെ നാലുപാടും നോക്കുകയാണ്. ഇത്രയും വലിയൊരു കടയുടെ മുതലാളിയുടെ ഉപ്പയാണ്. ഇനി താൻ ജോലിക്കൊന്നും പോവേണ്ട, ഇവിടെ അങ്ങ് കൂടിക്കളയാം, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാം, മുതലാളിയായി നടക്കാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മനക്കോട്ട കെട്ടിക്കൊണ്ട് റസാഖ് ഇങ്ങനെ നാലുപുറം നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ഷഹാന അമീറിനെ വിളിച്ച് ഇങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ഒരു ഓഫീസ് റൂം ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയി. അമീർ പറഞ്ഞു, ഉപ്പ ഇവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാം, ഞങ്ങളെന്തായാലും ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഓക്കെ മോനെ, ഞാൻ ഇവിടെ ഇരിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റസാഖ് ഇരിക്കുകയൊന്നുമല്ല ചെയ്തത്. അവനിങ്ങനെ നാലുപാടും ഇങ്ങനെ നടക്കുകയാണ്. അവിടെ ജോലിക്കാരെല്ലാം അവരുടെ ഓരോരോ ജോലികൾ മുഴുകിയിരിക്കുകയാണ്. അതിനിടയിൽ അവിടെ ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ സാധനങ്ങളെല്ലാം ഇങ്ങനെ പുതിയ ലോഡ് വന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഒന്ന് രണ്ട് സ്ത്രീകൾ അവിടെ ഇങ്ങനെ അടുക്കി ഒതുക്കി വെക്കുന്നുണ്ട്. മറ്റൊരാൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ അടുക്കിപ്പറക്കി വെക്കുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് റസാക്ക് പറഞ്ഞു, ആ നല്ലോണം പണിയെടുക്ക്, നേരെ അങ്ങോട്ട് വെക്ക്. അവർ കറക്റ്റായിട്ട് തന്നെയാണ് എല്ലാം വെക്കുന്നതും അടുക്കി വെക്കുന്നതും എല്ലാം. എന്നാൽ റസാക്ക് മുതലാളി ചമയുന്ന പോലെ ഒന്ന് അവരെ ഭരിക്കാൻ നോക്കുകയാണ്. അത് നല്ലോണം അങ്ങോട്ട് നേരെ അടുക്കി വെക്ക്, ഞാൻ ഇവിടുത്തെ മുതലാളിയുടെ ഉപ്പയാണ്, നേരെ അടുക്കി വെക്ക്, ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ മാനേജർ എന്നെല്ലാം പറഞ്ഞ് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. പണിക്കാരെല്ലാം അങ്ങോട്ടും റസാക്കിൻ്റെ ഈ സംസാരമെല്ലാം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിരിച്ചുകൊണ്ട് റസാക്കിനെ ഇങ്ങനെ നോക്കി പരിഹസിച്ച് ഇങ്ങനെ എന്തെല്ലാം പെറുപെറുക്കുന്നുണ്ട്. ഇയാൾ ഇവിടെയും എത്തിയോ? ഒരാളുടെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളായിരുന്നു ഇന്നലെ വരെ, ഇപ്പോൾ പെട്ടെന്ന് മാനേജറായി എന്നെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് റസാക്ക് കേൾക്കാതെ. അവരുടെ ഈ ചിരി റസാക്കിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്ല, നിങ്ങളെല്ലാം ഇവിടെ ചിരിക്കുകയാണോ? മര്യാദക്ക് നിങ്ങളുടെ ജോലി ചെയ്യ്, എന്താ ഇത്ര ചിരിക്കാനുള്ളത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നുമില്ല സാർ, ഞങ്ങളിവിടെ വേറെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞു. അവരുടെ ആ സാർ എന്ന് വിളി കേട്ടപ്പോൾ റസാക്കിൻ്റെ മനസ്സിൽ എന്തെല്ലാമോ ഒരു വലിയൊരു ലഡു തന്നെ പൊട്ടി. കാരണം ജീവിതത്തിൽ ഒരാൾ ആദ്യമായിട്ടാണ് തന്നെ സാർ എന്നൊക്കെ വിളിക്കുന്നത്. ശരിക്കും ആ കടയുടെ മുതലാളിയായ ഒരു ഫീലിംഗ് കിട്ടി റസാക്കിന്. ആഹാ, കൊള്ളാമല്ലോ, സാർ എന്നെല്ലാം വിളിക്കുന്നുണ്ട്, നാളെ മുതൽ ഇനി ഇവരുടെ സാറായിരിക്കും, ഒന്ന് ഷൈൻ ചെയ്യണം എന്നെല്ലാം അങ്ങനെ ഓരോരോ മനക്കോട്ടകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റസാക്ക് എന്നെല്ലാം. അങ്ങനെയെല്ലാം ചിന്തിച്ചിരിക്കുന്ന റസാക്കിൻ്റെ സകല പ്ലാനുകളും തരിപ്പണമാക്കുന്ന രീതിയിലാണ് എന്നാൽ ഷഹാന അമീറിനോട് സംസാരിച്ചത്. അവൾ അമീറിനോട് ചോദിച്ചു, അമീർ, എന്താണ് ഇതൊക്കെ? നിൻ്റെ ഉപ്പ ഇങ്ങോട്ട് കയറി വന്ന് എന്തെല്ലാമാണ് ഈ വിളിച്ച് പറയുന്നത്? നീ കൂടി അറിഞ്ഞിട്ടാണോ ഉപ്പ ഇങ്ങനെയെല്ലാം സംസാരിച്ചത്? ഓടിപ്പോയി ജോലിയെല്ലാം വേണ്ടെന്ന് വെക്കാൻ ഇവിടെ നീ വല്ല ജോലിയും കൊടുക്കാമെന്ന് ഉപ്പാനോട് പറഞ്ഞിരുന്നു. അതും മാനേജറായി ജോലി ചെയ്യാൻ ഈ ഡ്രൈവറായി ജോലി ചെയ്ത നിൻ്റെ ഉപ്പാക്ക് കഴിവുണ്ടോ? അറ്റ്ലീസ്റ്റ് അയാൾ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എന്താണ് നിൻ്റെ ഉപ്പാൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചു. അമീർ പറഞ്ഞു, ഉപ്പ 8ാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും പുച്ഛത്തോടു കൂടി ഷഹാന പൊട്ടിച്ചിരിക്കുകയായിരുന്നു. 8ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ ഇത്രയും വലിയ ഒരു കടയുടെ മാനേജറോ? ഒരാൾ 1,00,000 രൂപ കൊണ്ടുവന്ന് ലോഡ് ഇറക്കി കഴിഞ്ഞാൽ 1,00,000 രൂപ കൊടുത്ത് അതിൻ്റെ പോലും കണക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ശരിക്കും നോക്കാൻ അറിയുമോ? നിൻ്റെ ഉപ്പാക്ക് അങ്ങനെയുള്ള ആളാണ് മാനേജറായിട്ട് വരാൻ പോകുന്നത്. കൊള്ളാം, നല്ല കാര്യം എന്നെല്ലാം പറഞ്ഞു. പിന്നെ നിൻ്റെ ഉപ്പാനെ നീയായിട്ട് പറഞ്ഞു വിടണോ? ഞാൻ പറഞ്ഞാൽ കുറച്ച് അധികമായി പോവും. ഇനി അത്രയ്ക്ക് നിൻ്റെ ഉപ്പാക്ക് വല്ല നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മുടെ ഗോഡൗണിലെ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള വല്ല ഡ്രൈവറായിട്ട് നിയമിക്കാം. അല്ലാതെ ഇവിടെ മാനേജർ ആവാനൊന്നും പറ്റില്ല. അതെല്ലാം ഇൻ്റർവ്യൂ ചെയ്ത് അതിനനുസരിച്ച് ക്വാളിഫിക്കേഷൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളെ എടുക്കാൻ പറ്റുകയുള്ളൂ. അത് 1-2 പേർ എന്നോട് ചോദിച്ച് വെച്ചിട്ടുമുണ്ട്. എൻ്റെ കൂടെ എല്ലാം പഠിച്ച അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. അല്ലാതെ നിൻ്റെ ഉപ്പാനെ പോലെ 8ാം ക്ലാസ്സും ഗുസ്തിയുമുള്ള ഒരാളെയൊന്നും ഇവിടെ മാനേജറായി വെക്കാൻ പറ്റില്ല. അത് നീ തന്നെ സംസാരിക്കണോ അതോ ഞാൻ സംസാരിച്ചാൽ കുറച്ചധികമായി പോകും എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും അമീർ ആകെ ധർമ്മസങ്കടത്തിലായി. ഉപ്പാനോട് എന്തു പറയുമെന്ന് ആലോചിച്ച് അവന് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. ഷഹാന പറഞ്ഞതും ശരിയാണ്, ഉപ്പാനെ മാനേജറാക്കിയൊന്നും വെക്കാൻ പറ്റില്ല. ഉപ്പാക്ക് ഡ്രൈവർ പണിയെല്ലാം തന്നെയുള്ളൂ ചേരുക, അല്ലാതെ എങ്ങനെയാണ് ഉപ്പ മാനേജ് ചെയ്യുക? പക്ഷേ ഉപ്പാനോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്തോ എന്നെല്ലാം മനസ്സിൽ വിചാരിച്ച് ആകെ വെട്ടിലായിപ്പോയി.